കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ UDFനെ ആശയപരമായി രാഷ്ട്രീയമായി നേരിടാൻ LDFന് കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിർത്തുന്നത് രാഷ്ട്രീയ ഇടതുപക്ഷ സഹയാത്രികരോ രാഷ്ട്രീയമായി CPMൻ്റെ കൂടെ നിൽക്കുന്നവരോ അല്ലല്ലോ. ഓരോ പണച്ചാക്കുകളെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് സ്ഥാനാർത്ഥികളാക്കുകയാണ്. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം ചിരിക്കുകയാണ്. നിലവിലിപ്പം നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഒരു നിലവിലൊരു അവസ്ഥ, എങ്ങനെ നോക്കിയാണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അതിന് വലിയ ധാരാളം ഘടകങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ മാത്രമല്ല. ഒന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയം. ഗവൺമെൻറ്റിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥ. ജനങ്ങളുടെ നിഖില പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് അതിനെതിരെ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാനുള്ള ഒരു നടപടികളും എടുക്കാത്ത അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന ഗവൺമെൻറ്. ക്രമസമാധാന നില അങ്ങേയറ്റത്തെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി. പാവപ്പെട്ട ജനങ്ങളുടെ ഒരു ആവശ്യങ്ങളും നോക്കിക്കാണുന്നില്ല, അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. ആശാ വർക്കർമാരുടെ സ്ഥിതി, അംഗനവാടി ടീച്ചർമാരുടെ സ്ഥിതി, ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അവസ്ഥ, അധ്യാപകരുടെ അവസ്ഥ, സാധാരണ ജനങ്ങളുടെ സ്ഥിതി, ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ സ്ഥിതി, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതേ അവസരത്തിൽ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകലമാന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും സാമൂഹ്യ പെൻഷനുകളുമൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ധൂർത്തടിക്കുന്നതിന്, കണ്ടമാനം ഖജനാവിലെ പണമെടുത്ത് കൊള്ളയടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഗവൺമെൻറ്. അത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നടന്ന ഈ ഗവൺമെൻറ്റിന് ഭരണ തുടർച്ചയുണ്ടായതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ ഗവൺമെൻറ് ദയനീയമായി പരാജയപ്പെട്ടത്. ഈ മലമ്പൂരും അതുതന്നെ സംഭവിക്കും, ആവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. UDFൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ്. ഭരണത്തിനെതിരെയുള്ള ഒരു പ്രതിഫലനമായിരിക്കും തീർച്ചയായും. അത് ശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കേരളം അത് കണ്ടിട്ടുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും മുന്നണികളൊക്കെ പ്രവർത്തനങ്ങൾ സജീവമായി. പ്രത്യേകിച്ച് UDF ഒരു പടി കൂടി മുന്നിലാണെന്ന് തോന്നുന്നു. ഇപ്പം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കൺവെൻഷൻ വിളിച്ചു. യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ചുവരെഴുത്തുകൾ തുടങ്ങി. ബസ് സ്റ്റാൻഡുകളിലൊക്കെ നോട്ടീസ് വിതരണം ചെയ്ത് പ്രചരണങ്ങൾ ആരംഭിച്ചു. ചിഹ്നമുണ്ട്, പക്ഷേ അതിനകത്ത് സ്ഥാനാർത്ഥി ഇല്ല എങ്കിലും പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് UDFനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടോ നിലവിൽ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDFൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊക്കെ അതിൻ്റെ അവസരം വരുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനോ UDFനോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, വിഷമവും ഉണ്ടാകില്ല, തടസ്സമുണ്ടാകില്ല. കൃത്യമായി അതൊക്കെ പ്രഖ്യാപിച്ച് അതിൻ്റെ രൂപത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. താഴെത്തട്ടിൽ ബൂത്ത് തല പ്രവർത്തനം മുസ്ലിം ലീഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി UDF ശക്തമായി മുന്നോട്ട് പോകും. അതിൽ ഒരു തടസ്സവും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതൊരിക്കലും ഉണ്ടാകാറില്ലല്ലോ. UDF സംവിധാനത്തിൽ ഘടകകക്ഷികൾ ഏതായിരുന്നാലും ആ ഘടകകക്ഷികൾക്ക് അനുവദിക്കുന്ന സീറ്റിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ആ ഘടകകക്ഷിയാണ് തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷേ നമുക്ക് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളോ പറയാം. നിർദ്ദേശങ്ങളൊന്നും ആരും വെക്കാറില്ല. അതൊക്കെ അതാത് കക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റിൽ അവരവരുടെ സ്ഥാനാർത്ഥികളെ അവർ നിശ്ചയിക്കും. അതാണ് അതിൻ്റെ പൊതുവെയുള്ള UDFലെ ഒരു സമീപന രീതി. അത് തന്നെ നിലമ്പൂരിലും ഞങ്ങൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കലോ അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അതിൻ്റെ ആവശ്യമില്ല. ആര് വന്നാലും അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആരെ നിർദ്ദേശിക്കുന്നുവോ അവരെ വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് മുന്നിലുണ്ടാവും.
ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അവർ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നോക്കിക്കണ്ടതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പോകാനാണ്, പ്രത്യേകിച്ച് അസ്വസ്ഥരായവരെ കൂടെ കൂട്ടുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ അല്ലെങ്കിൽ UDFിൻ്റെ അതാണ് പറഞ്ഞത്. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ UDFിനെ ആശയപരമായി രാഷ്ട്രീയമായി നേരിടാൻ LDFിന് കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിർത്തുന്നത് രാഷ്ട്രീയ ഇടതുപക്ഷ സഹയാത്രികരോ രാഷ്ട്രീയമായി CPMൻ്റെ കൂടെ നിൽക്കുന്നവരോ അല്ലല്ലോ. ഓരോ പണച്ചാക്കുകളെ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് സ്ഥാനാർത്ഥികളാക്കുകയാണ്. രാഷ്ട്രീയമായൊരു ബോധമില്ലായ്മ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരാജയത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് അവർ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ. ഇപ്പോഴും നിലമ്പൂരിലും അവരെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെടാൻ തയ്യാറില്ല എന്നതാണ് അവരുടെ കേഡറുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മറുപടികൾ. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് പ്രയാസമാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും മേച്ചിൽപ്പുറങ്ങളിൽ പോയി തപ്പിയെടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ആദ്യഘട്ടം എന്ന നിലക്ക് UDFിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിജയമായിരിക്കും. ഈ UDFിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് അവർക്കൊരു സ്ഥാനാർത്ഥി കിട്ടുമോ? അല്ല, അവർ പലപ്പോഴും ചെയ്യാറുള്ളതാണല്ലോ. ഏതെങ്കിലും അവരുടേതല്ലാത്ത അല്ലെങ്കിൽ എതിർ ചേരിയിലുള്ള രാഷ്ട്രീയ സംഘടനകളിൽ അവസരവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വേച്ഛ അധികാരത്തിന് വേണ്ടി കൂറുമാറുന്നവരും കാലുമാറി വരുന്നവരുമായ ആളുകളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി. അങ്ങനെ ഒരു കൂറുമാറ്റം ഇത്തവണ നിലമ്പൂർ ഉണ്ടാകുന്നവർ പ്രതീക്ഷിക്കുന്നു. അതിൽ കണ്ണു നട്ടാണ് ഇരിക്കുന്നത്. ആയിരിക്കാം. അവർക്ക് സ്വന്തം പാർട്ടിക്കാരെ നിർത്താനുള്ള ത്രാണിയോ ധൈര്യമോ നിലമ്പൂരില്ല. പരാജയപ്പെടുമെന്ന് 100% ഉറപ്പായതുകൊണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. ഈ നിലമ്പൂരിൽ PV അൻവറിൻ്റെ UDFുമായുള്ള സഹകരണം ഏത് തരത്തിലാണ് നോക്കിയാണ് അത് ഗുണം ചെയ്യുമെന്നുള്ളത്? അല്ല, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ച് അണികളുണ്ടല്ലോ. PV അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നാലും മറ്റ് തെരഞ്ഞെടുപ്പുകളായിരുന്നാലും ഒക്കെ PV അൻവർ UDFുമായി സഹകരിച്ചിട്ടുണ്ട്. അത്തരമൊരു സഹകരണം അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളത് സ്വാഗതം ചെയ്യും. അതായത് മുന്നണി പ്രവേശനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഇല്ല, ആ കാര്യങ്ങളൊന്നും ചർച്ചയിൽ വന്നിട്ടില്ല. മുന്നണി ആ സംവിധാനത്തെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ചർച്ച വന്നിട്ടില്ല. ചർച്ച വന്നാൽ പാർട്ടി അതിൻ്റെ അഭിപ്രായം പറയും, തീരുമാനം എടുക്കും. ഈ മുന്നണിയിൽ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ മുസ്ലിം ലീഗിനുള്ള ഒരു അഭിപ്രായം എന്താണ്? അല്ല, അതിൻ്റെ ചർച്ച വരുമ്പോഴല്ലേ ഞങ്ങൾ ആ അഭിപ്രായം മുന്നണിയിൽ പറയുക. അത് പുറത്ത് പറയേണ്ടതല്ലോ. അൻവറിൻ്റെ സഹകരണം എന്തായാലും UDFിന് ഗുണം ചെയ്യും. തീർച്ചയായും LDFിനെതിരെ നിൽക്കുന്ന LVFിൻ്റെ കൂടെ കഴിഞ്ഞ 10 വർഷമായി അവരുടെ ശക്തനായ പ്രതിനിധിയായി നിയമസഭയ്ക്കകത്തും പുറത്തും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന അൻവർ എന്തുകൊണ്ട് മാറി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അദ്ദേഹം മുന്നോട്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ അപജയത്തെക്കുറിച്ച്, ഭരണനിർവഹണത്തിലുള്ള അവരുടെ കഴിവില്ലായ്മയെക്കുറിച്ച്, അവരുടെ അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ നശിപ്പിച്ചതിനും അത് BJPക്ക് അടിയറ വെച്ചതിനും കുറിച്ചൊക്കെ അൻവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് UDFിന് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിന് മുന്നണി പ്രവേശനം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അല്ല, അൻവറും ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സഹകരണം ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ UDF ആലോചിച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്യും. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം UDF ഒറ്റക്കെട്ടാണെന്ന് തന്നെയാണ് PM ഇസ്ലാം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ തന്നെ പ്രവർത്തനങ്ങളും മറ്റുമായി മുന്നോട്ട് പോകും. വലിയ ഒരു വിജയം നിലമ്പൂരിൽ UDFിനുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.